സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധിയെ പറ്റി പറയാനായിട്ടാണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് രേണു സുധിയുടെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം രേണു സുധിയുടെ മകനായിട്ടുള്ള കിച്ചു എന്ന് പറയുന്ന പയ്യൻ സോഷ്യൽ മീഡിയയിൽ ലൈവിൽ വന്നിട്ട് ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞത്, എൻ്റെ അമ്മ അത്ര നല്ലൊരാളല്ല. എൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ച അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിൽ അനൂപേട്ടനും അമ്മയും എല്ലാവരും കൂടി ചേർന്ന് ഈ 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമാണ് വാഹനത്തിൽ കയറിയതെന്നും അവിടെ ചെന്നതിന് ശേഷം വലിയ നാടകമായിരുന്നുവെന്നും പണം പിരിക്കാൻ വേണ്ടിയിട്ട് പല ചാനലുകാരെയും പല രീതിയിൽ ഇവർ വിളിക്കുന്നുണ്ടായിരുന്നുവെന്നും പല അഭിനയത്തിൽ കൂടി ഒരുപാട് ഫണ്ട് പിരിക്കുകയും ചെയ്തു. 1 ലക്ഷം രൂപ മാത്രമാണ് അച്ഛൻ്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ചിലവായിരിക്കുന്നത്. ആ ചിലവായിരിക്കുന്ന തുക മുഴുവനും താനും തൻ്റെ കൂട്ടുകാരൊക്കെ ചേർന്നിട്ടാണ് അടച്ചതെന്നും എനിക്ക് നല്ലൊരു പിന്തുണ തൻ്റെ വീട്ടിൽ നിന്നോ തൻ്റെ നാട്ടിൽ നിന്നോ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. തന്നെ കൂടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെയും തന്നെ ആരും നോക്കാനില്ലാത്തത് കൊണ്ടൊക്കെ തന്നെയും താൻ ഒരുപാട് ലഹരികളിലും അതേപോലെയുള്ള കൂട്ടുകെട്ടുകളിലും ഒക്കെ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരുപാട് പണിപ്പെട്ടാണ് അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നതെന്ന് കിച്ചു എന്ന് പറയുന്ന പയ്യൻ പറയുന്നുണ്ടായിരുന്നു. അവനത് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സാധാരണ ഒരു വ്യക്തി പറയുന്നതായിട്ടല്ല കണ്ടത്. നമ്മുടെ എല്ലാവരുടെ ഒരു മകൻ, അല്ല നമ്മുടെ എല്ലാവരുടെ ഒരു സഹോദരൻ, നമ്മുടെ എല്ലാവരുടെ ഒരു അനുജൻ എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു പയ്യൻ അത് പറയുമ്പോൾ നമ്മൾ കണ്ടത്. കാരണം സുധി കൊല്ലം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഓർത്തിട്ടാണ്, അല്ല രേണു സുധി എന്ന് പറയുന്ന ഒരാളെ ഓർത്തിട്ടല്ല. സുധി കൊല്ലം എന്ന് പറയുന്ന അതുല്യനായ ഒരു കലാകാരനെ എല്ലാ ആളുകളും വാനോളം ഉയർത്തി എല്ലാ ആളുകളും ഇടനെഞ്ചോട് ചേർത്തുകൊണ്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, മലയാളത്തിന്റെ സ്വന്തം മണിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ ആ ഒരു വിയോഗ സമയത്ത് മരണശേഷം നമ്മളെല്ലാവരും ഒരുപാട് വിഷമിച്ചതാണ്. എല്ലാ ആളുകളും ഒരേപോലെ, അതായത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കും എന്തോ പറ്റിയതുപോലെയായിരുന്നു നമ്മളെല്ലാവരും വിഷമിച്ചത്. അത്തരത്തിൽ ആ ഒരു കലാഭവൻ മണി എന്ന് പറയുന്നൊരു മനുഷ്യനുമായിട്ട് അത്രയധികം ആത്മബന്ധം ഉണ്ടായിരുന്നു കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും. അതേപോലെ തന്നെയായിരുന്നു രേണു സുധിയുടെ അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ ആ ഒരു മരണാനന്തര ഒരു മരണ വാർത്ത അറിഞ്ഞപ്പോഴും എല്ലാ ആളുകളുടെയും മനസ്സിലെ ഒരു ബുദ്ധിമുട്ടും വിങ്ങലും ഒക്കെ. അതേപോലെ തന്നെ എന്താണോ മണിച്ചേട്ടന്റെ കാര്യത്തിൽ സംഭവിച്ചത് അതേപോലെ തന്നെയായിരുന്നു ഈ സുധിയുടെ മരണശേഷം സുധിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പൊ ഈ വാർത്തകൾക്കെല്ലാം ശേഷം രേണു സുധിയുടെ കരച്ചിലുകളും മെഴുകലുകളും എല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇത്രയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ, അങ്ങനെ ഭാര്യയെ കിട്ടുക എന്ന് പറയുന്ന വലിയൊരു പുണ്യമാണ്. ഇതുപോലെ ഒരാൾ വേറെ എങ്ങും കാണില്ല. ഭർത്താവിന് വേണ്ടിയിട്ട് തന്നെ അഹോരാത്രം പണിയെടുക്കുന്ന, ജീവിക്കുന്ന, ഭർത്താവിന്റെ ഫോട്ടോയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന, എപ്പോഴും മാധ്യമങ്ങളുടെ മുൻപിൽ വിതുമ്പിക്കൊണ്ടിരിക്കുന്ന രേണു സുധിയാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇതെല്ലാം വെറും പോരാട്ട നാടകങ്ങളും വൃത്തികേടുകളുമായിരുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, എന്തോ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത പിന്നീടാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങനെ വീട് വെച്ച് നൽകാനായിട്ട് ഫിറോസ് KHDEC എന്ന് പറയുന്ന ഒരു ബിൽഡറിന്റെ ഒരു സംഘം എത്തുന്നു. അവർ വീട് വെച്ച് നൽകുന്നു. ആ വീട് വെക്കാനായിട്ട് സ്ഥലം നൽകുന്നത് ആരാണ്? ആ സ്ഥലം നൽകിയിരിക്കുന്ന ഒരു ബിഷപ്പാണ്. ആ ബിഷപ്പും എല്ലാ ആളുകളും വന്ന് സ്ഥലം നൽകുന്നു, വീട് വെച്ച് നൽകുന്നു, എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രേണു സുധിയുടെ ശരിക്കുള്ള സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. രേണു സുധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആ വീടിന്റെ ഗ്ലാസിനിടയിൽ കൂടി, ജനലിനിടയിൽ കൂടി വെള്ളം വീടിനകത്തേക്ക് കടക്കുന്നു. ആ വീട് അത്ര ശരിയല്ല, പണിഞ്ഞിരിക്കുന്നത് ശരിയല്ല, അല്ലെ ബിൽഡേഴ്സ് അത്ര ഓക്കെ അല്ല എന്നാണ്. അതായത് ദാനം കിട്ടിയ ഒരു സംഭവമാണ്. ആ ദാനം കിട്ടിയിരിക്കുന്നതിനെ ഒരുമാതിരി കുറ്റം പറഞ്ഞുകൊണ്ട്, അത് പണിത് കൊടുത്ത ആളിനെ പറ്റി കുറ്റം പറയുന്നു, സ്ഥലം കൊടുത്ത ആളിനെ പറ്റി കുറ്റം പറയുന്നു, എല്ലാം ചെയ്തു നൽകിയ ആളുകളെ പറ്റി പൂർണ്ണമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രേണു സുധി. അന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് ഈ രേണു ആരാണെന്നും സുധി ആരായിരുന്നു എന്നും എന്താണ് ഇവരുടെയൊക്കെ ചിന്താഗതികളെന്നും ഒക്കെ എല്ലാ ആളുകൾക്കും മനസ്സിലായി. സഹായിച്ച ആളുകൾ തന്നെ മാറ്റി പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി. അന്ന് ഈ സഹായവുമായിട്ട് മുന്നിലേക്ക് നിന്ന്, നമുക്കറിയാം, ഒരു ബിൽഡറൊക്കെ വന്നിട്ട് വീട് വെച്ച് നൽകുക, അതും ഫ്രീ ആയിട്ട് വീട് വെച്ച് നൽകുക എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും, ആ വീട്ടിലെ ഫർണിച്ചർ തുടങ്ങി ആ വീടിന്റെ തറയായിക്കോട്ടെ, വീടിന്റെ മുക്കും മൂലയും എല്ലാം വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തൊരു ബിൽഡറാണ് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി വളരെ മോശമായിട്ട്, അവരുടെ ഒരു സ്ഥാപനത്തെ പറ്റി വളരെയധികം മോശമായിട്ട് തന്നെയാണ് രേണു സുധി ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആഞ്ഞടിച്ചത്. അത് ആ പുള്ളിക്ക് ഒരുപാട് വർക്കുകളെ ബാധിച്ചു. ഒരാളെ സഹായിച്ചതിന്റെ പേരിൽ തൻ്റെ ഒരുപാട് വർക്കുകൾ ഇല്ലാതെയായി, തൻ്റെ ഈ സമൂഹത്തിലുള്ളൊരു വാല്യൂ ഇല്ലാതെയായി, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ലൈവിൽ വന്നിട്ട് ഈ രേണു സുധിയെ പറ്റി ഇവരുടെ ഒരു ഫേക്ക് ഒരു മാസ്ക് വലിച്ചു കീറുന്ന, ഇവരുടെ മുഖംമൂടി വലിച്ചു കീറുന്ന ഒരു സന്ദർഭം ഉണ്ടായത്. അപ്പൊ ഇന്നലെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആ ഒരു പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ഒരു പൊട്ട തീരുമാനമായിരുന്നു ഇവരുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒരു വീട് നൽകുക എന്നത്. അതുകൊണ്ട് എന്ത് നേടിയെന്ന് ആർക്കും ഇന്നറിയില്ല. ചീത്തപ്പേര് കിട്ടി, മനസമാധാനം പോയി, വർക്കുകൾ കുറഞ്ഞു, കുറേ പേർ കളിയാക്കി, കുറേ പേർ തെറി വിളിച്ചു, 1-2 തവണ പരാതിക്കാരനായി പോലീസ് സ്റ്റേഷനിൽ കയറി, ഒരുപാട് സൗഹൃദങ്ങൾ ചാമ്പലായി പോയി, ഫാമിലി ലൈഫിലെ സ്വസ്ഥത വരെ പോയി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിന് പറയാനുണ്ട്. ഇതുവരെ പറഞ്ഞതല്ല, ഇനി പറയാനുള്ളതാണ് അതിഭീകരം. ഇവരുടെ ഈ കരച്ചിൽ പോലും വെറും നാടകീയതയാണ്. ഇടയ്ക്ക് അഭിനയിക്കുന്ന കഥാപാത്രങ്ങളിലെ ചില നിമിഷങ്ങൾ മാത്രമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അഭിനയിക്കുന്നത് പോലും
അത്ര വലിയ കാര്യമുള്ളൊരു കാര്യമൊന്നുമല്ല. ലോജിക്കില്ലാത്ത പൊട്ട അഭിനയമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ വൃത്തികേടൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ, നമ്മളെന്തിനാണ് ഒരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ നമുക്ക് പലരും ചോദിക്കുന്നുണ്ട്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ പറ്റിച്ച് ജീവിക്കുന്നവന്മാർ എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ വേണം. ഒരു പുരുഷനൊപ്പം അവൻ്റെ എല്ലാ കാര്യങ്ങളും അവനോടൊപ്പം ഇടപഴകി നിന്ന് ചെയ്തതിന് ശേഷം നാളെ വേറൊരുത്തനെ കാണുമ്പോൾ അവൻ്റെ കാലും പിടിച്ചാൽ അവൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു പ്രവണത ഇത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ കണ്ടുവരുന്നതാണ്. അപ്പം അങ്ങനെ വേറൊരു ആളിനെ കാണുമ്പോൾ അവനെന്തോ വലിയ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കൂടെ പോകുന്ന, അല്ലെങ്കിൽ അവനെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒപ്പം നിൽക്കുന്ന, അങ്ങനെ നിന്ന് കളിക്കുന്ന ചില ചെറ്റകളുണ്ട്. ആ ചെറ്റകളുടെ കൂട്ടത്തിൽ ഇതിനെയും കൂട്ടാം. രേണുസുധിയും അതേപോലെ തന്നെ എന്തോ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളിൽ ഒന്ന് മാത്രമാണിത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഫിറോസ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. ഈ കണ്ടന്റ് ഒളികൾക്ക് രേണുസുധി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുധി, ഈ രേണുസുധി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ ഇവർക്ക്. അയ്യോ, വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ വന്നിട്ട് എന്റെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റ് ആണ് രേണുസുധി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യാം, കാരണം ഇത് കേൾക്കാതിന്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. രേണുസുധി, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് മാത്രമാണ് ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് മാത്രമാണ് ഡിപ്രഷൻ തോന്നുന്നത്, നിങ്ങൾക്ക് മാത്രമാണ് ജീവിക്കാനായിട്ട് സാധിക്കില്ല എന്ന് തോന്നുന്നത്? നിങ്ങൾ ഓരോ പരാമർശങ്ങൾ നടത്തിയ ബിഷപ്പിനെ അങ്ങ് അപരാധിച്ച് വിട്ടിട്ടുണ്ട് അല്ലേ? ബിഷപ്പിനെ വളരെയധികം മോശമായിട്ട് ഒരു പ്രസ്താവന നടത്തി കളിയാക്കി വിട്ടിട്ടുണ്ട്. അതുകൂടാതെ ഈ വീട് വെച്ച് നൽകിയിരിക്കുന്ന ആ ബിൽഡേഴ്സിനെ അതിനേക്കാൾ വളരെ മോശമായിട്ട് തന്നെയാണ് നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ എല്ലായിടത്തും നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെ പ്രസൻറ്റ് ചെയ്ത് അവരുടെ ലൈഫ്, അവരുടെ ഉപജീവന മാർഗ്ഗമായിട്ടുള്ള ഈ പറയുന്ന ബിൽഡേഴ്സ്, ആ ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് നൽകുക, വീട് നിർമ്മാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർക്ക് സാരമായിട്ട് അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം അവരെ മോശമായിട്ട് നിങ്ങൾ വരച്ച് കാണിച്ചിട്ട് അവരുടെ ജീവിതം, അവർക്കൊരു കുടുംബമില്ല, അവർക്ക് മക്കളില്ല, അവർക്കൊരു ലൈഫില്ലേ, അവർക്കൊരു ജോലിയില്ലേ, ഇതെല്ലാം നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? അപ്പോൾ അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? അപ്പം മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, എൻ്റെ ലൈഫാണ് വലുതെന്ന് ചിന്തിക്കുന്ന രേണുസുധിയുടെ ഒരു സ്വഭാവം. രേണു, നിന്നെ എല്ലാവർക്കും കുറ്റം പറയും, കണ്ടന്റ് ഉണ്ടാക്കണം, നിന്നിൽ കൂടി പൈസ ഉണ്ടാക്കണമെന്ന് ആർക്കും ഒരു ആഗ്രഹമില്ല. പക്ഷേ നീ അടങ്ങുന്ന ഇതുപോലെയുള്ള പെണ്ണുങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ വൃത്തികേടുകൾ കാണിക്കാൻ പാടില്ല. സ്വന്തം ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രഹസനവും കാണിച്ചിട്ട് അയാളുടെ മരണാനന്തര ശേഷം, അല്ലെങ്കിൽ അയാളുടെ മരണശേഷം അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് കുറേ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഈ ചെറ്റത്തരം അതിനി ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്നത്. അതൊരാളും ഇനി ആവർത്തിക്കാൻ പാടില്ല. അതൊരു വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കിച്ചു കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മളത് ഓൾറെഡി ചർച്ച ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോയിൽ അവൻ പറഞ്ഞതിന് ശേഷം രേണുസുധിയുടെ ലൈവ് വന്നിട്ടുണ്ട്. രേണുസുധി ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് രേണു ലൈവിൽ വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നത്. എൻ്റെ ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ വന്നു. ഇപ്പോൾ കണ്ടിരിക്കുന്ന വീഡിയോയുടെ ഒരു ഭാഗം തന്നെയാണ്, ഇപ്പോൾ കണ്ടിരിക്കുന്ന ആ ഒരു ലൈവിലെ ഒരു ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എന്താണ് രേണു ആ ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്നുള്ള വീഡിയോടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഞാനങ്ങനെ ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന്. ഇപ്പോഴും ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം, അപ്പോഴാണ് ഞാൻ FB പോസ്റ്റ് കണ്ടത്. നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോ എനിക്ക് അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും
വിഷമായി, ഭയങ്കര വിഷമായി. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിവിടെ എങ്ങും തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും. ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്റെ കുറ്റം കാണാനും എന്ന ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഇപ്പൊ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ട് ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ എന്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരും ഉണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരും ഉണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടന്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം പിന്നെ ആ പോസ്റ്റ് കണ്ടപ്പോ, ആ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. എന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഈ പ്രശ്നം നിങ്ങളുടെ പ്രശ്നത്തിനാണോ എന്നറിയാത്തവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കിച്ചുവിനെ പറ്റിയാണ് കേട്ടോ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ ആം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ചു തിരക്കി. ഞാൻ ഓക്കെയാണോ? ഒരാൾ കരയുന്നത് കണ്ടിട്ട് ചിരി വരുന്നത് ആദ്യമായിട്ടായിരിക്കും നമുക്ക് എല്ലാവർക്കും. രേണുസുധിയുടെ വെറുതെ ഉള്ളൊരു അഭിനയം, അതായത് സ്വന്തം ഹസ്ബൻഡ്, ഇവർ പറയുന്നത് ഹസ്ബൻഡ് ഇവർ കിച്ചുവിനെ, അതായത് ഇവരുടെ മകനായിട്ട് മൂത്ത മകനായിട്ടുള്ള കിച്ചു, അത് ശരിക്കും പറയാൻ രേണുവിൻ്റെ മകനൊന്നും അല്ല. രേണു രണ്ടാനമ്മയോ അല്ല മൂന്നാമത്തെ ഒരു അമ്മയാണ്. അപ്പം അങ്ങനെ ഈ ഒരു സുധി കല്യാണം കഴിച്ചിട്ടുള്ള പല ആളുകളും ഇവനെ മോശമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും ഇവനെ നല്ല രീതിയിൽ തല്ലുന്നുണ്ടായിരുന്നുവെന്നും ശാരീരിക മർദ്ദനങ്ങൾ ഒരുപാട് ഏൽക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടെന്നും സുധിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഞാൻ ഇതുവരെയും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന നല്ലൊരു അമ്മയാണ്. ഈ 2 ദിവസം മുൻപ് വരെയും ഞാൻ അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടാണ് അവൻ ഈ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടുണ്ടായെന്ന് എനിക്കറിയില്ല, എന്താണ് അവിടെ നടന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെയാണ് രേണു പറയുന്നത്. രേണു അവനൊരിക്കലും നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളൊരിക്കലും അവനെ വിളിക്കുന്നില്ല എന്നവൻ പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞ എന്താണ്, അവന് വേണ്ടുന്ന ഒരു മാതൃസ്നേഹം, അവന് വേണ്ടുന്ന ഒരു പരിഗണന അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അവൻ്റെ അച്ഛൻ ആ വീട്ടിൽ ഒറ്റപ്പെടൽ അനുഭവിച്ച് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അവൻ്റെ അച്ഛൻ്റെ പണമെല്ലാം ഇവർ പിടുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് എല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ എന്നെ പോലും ഒന്ന് സ്നേഹിക്കാൻ സമയം കിട്ടിയിട്ടില്ല, കാരണം പരിപാടികളായിട്ട് പോകുന്നു. പിന്നീട് അതിനുശേഷം അമ്മയോടും കുടുംബത്തോടും ഒപ്പം ഇരിക്കുന്നു. എന്നോട് മിണ്ടുന്നത് പോലും, എന്നെ പരിപാടിക്ക് കൊണ്ടുവന്നത് പോലും ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു എന്ന് മാത്രമാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവനെ ഒഴിവാക്കി, അല്ല അവനെ ചേർത്ത് നിർത്തേണ്ട സമയങ്ങളിൽ നിങ്ങൾ ചേർത്ത് നിർത്താതെ അവനെ ഒഴിവാക്കി വിട്ടതിൻ്റെ വിഷമമാണ് അവൻ ലൈവിൽ പറഞ്ഞത്. അല്ലാതെ നിങ്ങളെ കുറ്റം പറയാനായിട്ട് ആരെങ്കിലും അവനെ ഏൽപ്പിച്ചത് കൊണ്ടോ PR വർക്ക് ചെയ്തുകൊണ്ടോ ഒന്നും അവൻ പറയുന്നത്. അവന് കിട്ടാത്തൊരു സ്നേഹത്തെ പറ്റിയാണ് അവനോട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയും കിച്ചുവിന് കേരളത്തിലുള്ള ഒരുപാട് അമ്മമാരുടെ പിന്തുണയും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ഒന്ന് മെഴുകിക്കൊണ്ടിരിക്കുന്ന വേറെന്തോ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, അതോ നിങ്ങൾ മനസ്സിലാവാത്തായിട്ട് അഭിനയിക്കുകയാണോ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ ഒരിക്കലും നിങ്ങളെപ്പറ്റി കുറ്റം പറയില്ല. രണ്ടാനമ്മയോ മൂന്നാനമ്മയോ നാലാനോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാളും ഒരാളെ പറ്റി ഒരു കുറ്റം പറയില്ല. നല്ല രീതിയിലായിരുന്നു നോക്കുന്നതെങ്കിൽ ഈ ഒരു പരിഗണന അവന് കിട്ടാത്തത് കൊണ്ടും അവനെ ഒരുപാട് അവോയ്ഡ് ചെയ്തിരിക്കുന്നത് കൊണ്ടും എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ പ്രഹസനങ്ങൾ കാണിക്കുന്നതും സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ പയ്യൻ ഇതുപോലെ ലൈവ് വന്നിരിക്കുന്നത്. അപ്പോൾ രേണുസുധി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, രേണുസുധിയെ കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെന്നാണ്. അതിന് മാത്രം ദാരിദ്ര്യമൊന്നും നമുക്ക് ആർക്കുമില്ല. പക്ഷേ രേണുസുധി ചെയ്യുന്ന കാര്യങ്ങൾ നാളെ വേറൊരു പെണ്ണ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് റിയാക്ട് ചെയ്യുന്നത്. രേണു ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ
രേണു ചെയ്യുന്നത് അത്ര നല്ല പരിപാടിയല്ല എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഇത് വീണ്ടും ആവർത്തിക്കും. നാളെ വീണ്ടും ഒരു സ്തുതി ഉണ്ടാവും, വീണ്ടും രേണു സ്തുതി ഉണ്ടാവും, വീണ്ടും കിച്ചുവിനെ പോലെയുള്ള മക്കളുണ്ടാവും. അങ്ങനെ അതിനിടയിൽ പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സഹായിക്കുന്ന ആളുകളെ പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതം തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളും പ്രവണതകളുമൊക്കെയാണ് രേണു സ്തുതിക്കുള്ളത്. എന്തായാലും രേണു, നീ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നും മറ്റുള്ളവരെ ഏത് രീതിയിലൊക്കെയാണ് സാരമായിട്ട് ബാധിക്കുന്നതെന്നുമൊക്കെ നീ ഒന്ന് മനസ്സിലാക്കുക. സ്വന്തം ലൈഫിൽ വരുമ്പോൾ മാത്രം വേദനിക്കുകയും മറ്റുള്ളവർക്ക് വരുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ഈ ഒരു പ്രവണത അത് മാറ്റി നിർത്തുക തന്നെ ചെയ്യണം. ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും കിച്ചു അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് രേണു പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ രേണു അല്ലെങ്കിൽ ഈ പറയുന്ന കിച്ചു പുറത്തേക്ക് വിടുമെന്നുള്ളതൊക്കെ നമുക്ക് വാർത്തകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ വരുന്ന പോസ്റ്റുകളിൽ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.